നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ദുആന്റെ ഒരു ഇനമാണ്. നബിതങ്ങൾ അത്രയും ഉയർന്ന പദവിയും ബഹുമാനവും ആദരവും അള്ളാഹിന്റെ അടുക്കൽ ഉള്ളത് കൊണ്ട് സാധാരണ ആളുകൾക്കുള്ള ദുആ അല്ല, നബിതങ്ങളോട് സ്വലാത്ത് തന്നെ ഇടണം. നബിതങ്ങൾക്കുള്ള ദുആ തന്നെ. എന്തിനാ നമ്മൾ ദുആ ചെയ്യണത്? നമുക്ക് കാര്യത്തിനിടോ അള്ളാഹു റസൂലിനെ നമ്മൾ ചെയ്തിട്ട് വേണോ? വേണ്ട. പക്ഷേ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നബിതങ്ങളുടെ ദർജ ഉയരും. അവിടെ ഏറുന്നില്ല എന്നർത്ഥം. തികഞ്ഞവൻ റബ്ബാണ്, റബ്ബ് മാത്രമാണ് തികഞ്ഞവൻ. അത് മനസ്സിലാക്കണം നമ്മൾ. അവൻ ഒരാളും ആവശ്യമില്ല. സമ്പൂർണ്ണ നിരാശ്രയൻ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ ഒരുവനല്ലാതെ രണ്ടാമതൊരാളുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒന്നാമനായ ഏറ്റവും മഹാനായ അടിമയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു മാത്രമാണ് സമ്പൂർണ്ണൻ, നബി തങ്ങൾ സമ്പൂർണ്ണനല്ല. ഏതർത്ഥത്തില്? നിരാശ്രയനല്ല എന്നർത്ഥം. അള്ളാഹുവിന്റെ ഔദാര്യത്തിലെ നമ്മളെപ്പോലെ തന്നെ എന്നല്ല നബി തങ്ങൾ പറയില്ല, അള്ളാഹുവിന്റെ ഔദാര്യമാവുന്ന കാരുണ്യം കൊണ്ട് എന്നെ മൂടിയെങ്കിലും എനിക്കും രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ ഔദാര്യം ആഗ്രഹിക്കുന്നവര് തന്നെയാണ് അള്ളാഹിന്റെ അടിമകളൊക്കെ. അപ്പോ നബി തങ്ങൾക്ക് നമ്മളിത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നത് കൊണ്ടും അവിടുത്തെ ദർജ ഉയരും. പിന്നെ ബാക്കിയുള്ള ഓരോ കഥ പറയണോ? അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർജയുള്ള ഒരു പടപ്പിനെ അള്ളാഹു തആല വേറെ പടച്ചിട്ടില്ല. ആ നബി തങ്ങളുടെ ദർജ തന്നെ മൂമിനുകളുടെ സലാത്ത് കൊണ്ട് ഉയർത്തപ്പെടുമെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ സലാത്തില്ല അള്ളാഹു അറിയില്ലല്ലോ. ആ ദർജ ഉയർത്തപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് വേണ്ടിയിട്ടാണ് നബി തങ്ങൾ അത് മുഴുവനും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ സലാത്ത് അത്ര പ്രോത്സാഹിപ്പിക്കാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാർത്ഥതയില്ല. അള്ളാഹു തമ്പുരാന് തീരെ അതില്ല. അള്ളാഹിന്റെ അടിയാറുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒന്നിലും സ്വാർത്ഥത എന്നൊന്നും ഇല്ലാത്ത ആളാണ്. അങ്ങേയറ്റത്തെ ഔദാര്യവാനാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടത്തേക്ക് വേണ്ടി സത്യവിശ്വാസികൾ ചെയ്യുന്ന സ്വലാത്ത്, ഈ സ്വലാത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് കാരണം നബി തങ്ങളുടെ ദർജ ഉയരാണ്. ആ ഉയരാൻ കാരണമായ സത്യവിശ്വാസി ആരാണോ അവർക്ക് ഇതിന്റെ ചുരുങ്ങിയത് 10 ഇരട്ടിയെങ്കിലും വർധനവ് ലഭിക്കും നബി തങ്ങൾ മുഖേനെ. അപ്പൊ നമ്മൾ ഒന്ന് അങ്ങോട്ട് ചെയ്താൽ അതിന് ചുരുങ്ങിയത് 10 ഇരട്ടി നമുക്ക് ഇങ്ങോട്ട് അത് മുഖേന കിട്ടുകയാണ്. അപ്പൊ നബി തങ്ങൾ മുഖേന നമുക്ക് ലഭിക്കുന്ന നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നതുപോലെ തന്നെ മഹാത്മാക്കൾക്കൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും അവർ മഹാന്മാരാണ്, അവർ വിജയിച്ചവരാണ്, അവർ നേടിയവരാണ്. എന്നാൽ അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. അതെന്തിന്? അവര് മുഖേന നമുക്ക് ഇങ്ങോട്ട് അല്ലാഹു തആല എണ്ണമറ്റ ഗുണം ചെയ്യും. ഇത് സാധാരണ. ഇനി ഏതൊരു മുഅ്മിനായ മനുഷ്യനാവട്ടെ, ആ മുഅ്മിനായ മനുഷ്യർക്ക് വേണ്ടി, അവരുടെ ഗുണത്തിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, പദവിക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി സത്യവിശ്വാസികൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് പകരമായി അവരിൽ നിന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ നമ്മൾ ചെയ്തതിന്റെ കൂലിയും കിട്ടൂ. പിന്നെ അതിന്റെ പുറമെ അത് അവർക്ക് വേണ്ടി ചെയ്ത് അല്ലെങ്കിൽ അവരുടെ മേലിൽ പ്രാർത്ഥിച്ചത് കൊണ്ട് അവർക്ക് കിട്ടുമ്പോൾ അതിന് അവരിൽ നിന്നിട്ട് വേറെയും കിട്ടും. അപ്പൊ ഞമ്മക്ക് എന്തായാലും ലാഭാ. ഒക്കെ ജീവിച്ചിരിക്കുമ്പോഴേ പറ്റൂ. മരിച്ചാ പിന്നെ നമ്മൾ കഴിഞ്ഞല്ലോ. ഇത് ജീവിത സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, പരമാവധി നാം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഈ ഖബർ ജീവിതം ഏതുവരെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇസ്രാഫീൽ അലൈഹിസ്സലാം 2ാമത്തെ ഊത്ത് സൂറിൽ ഊതുന്നത് വരെ ഖബറിലാണല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. അതിൽ 1ാമത്തെ ഊത്ത് വരെ ജീവിക്കുക തന്നെ വേണം. ചുരുക്കാണ്, 1ാമത്തെ ഊത്ത് വരെ ഖബറിൽ ജീവിക്കുക തന്നെ വേണം. മരിച്ച് ഖബറടങ്ങുമ്പോൾ പാപിയും ദോഷിയുമായി കൊണ്ടുപോയ എത്രയോ ആളുകൾ നാളെ പരലോകത്തിലേക്ക് യാത്രയാക്കപ്പെടുന്ന സമയത്ത് പാപമുക്തരായി, ദോഷം പൊറുക്കപ്പെട്ടവരായി യാത്രയാക്കപ്പെടുന്നവരുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇവിടെ ജീവിച്ചിരിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലുള്ള അമലുകളെ കൊണ്ടോ അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മുഅ്മിനുകൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തത് മൂലമോ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുത്തിട്ട് പാപമുക്തരായിട്ട് പരലോകത്തേക്ക് പോകുന്നവരുണ്ട്. അക്കൂട്ടത്തിലെങ്കിലും പെടണമെങ്കിൽ ആദ്യം നമ്മൾ ആകുന്ന കാലത്ത് വല്ലതും ചെയ്തെങ്കിലേ നമുക്ക് ആരെങ്കിലും ചെയ്യാനുണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ രാപ്പകലില്ലാതെ ഖബറിൽ അനുഭവിക്കേണ്ടതും 1ാമത്തെ ഊത്ത്. ഖിയാമത്ത് നാളിനെ പറ്റിയിട്ട് ഇപ്പൊ നമ്മളെ ഇപ്പോഴത്തെ വിഷയത്തിൽ പെടുന്നില്ല. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അല്ലാഹു തആല തൗഫീഖ് ചെയ്തെങ്കിൽ അത് വേറൊരു വിഷയമാണ്. ഖിയാമത്ത് നാൾ 2 തരാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ. ഒന്ന് ആമായ പൊതു ഖിയാമത്തും, ഒന്ന് ഖാസായ വ്യക്തിപരമായ ഖിയാമത്തും. ഈ വ്യക്തിപരമായ ഖിയാമത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ
ചർച്ച. മരണം മുതൽ അനന്തര ജീവിതത്തെ പറ്റി പറയുന്നത് വ്യക്തിപരമാണ്. എന്നാലുമാട്ടെ ഈ വ്യക്തിപരമായ ജീവിതം, ലോകത്തുള്ള ദുനിയാവിലുള്ള ജീവിതം അവസാനിക്കുന്നത് ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഊത്തോടുകൂടിയാണ്. ഒന്നാമത്തെ ഊത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം നടത്തുമ്പോൾ, അവിടെ തന്നെ ഇമാമിങ്ങൾ പറയുന്ന രണ്ടഭിപ്രായം. 2 ഊത്തുണ്ടോ നേരത്തെ? ഇല്ല, ഒന്നേ ഉള്ളൂ. സാധാരണ അതാണല്ലോ നമ്മൾ പറയാം. അഥവാ ഒന്ന് ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സൂറിൽ ഒന്നാമത്തെ ഊത്ത് നിർവഹിക്കുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച ചിലരൊഴിച്ച് ആകാശഭൂമികളിലുള്ള സകലരും മരണപ്പെടും. സൈക്കാന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം ബോധരഹിതരാകുന്ന, അത് സാഖുൽ മൗത്ത്, മരണം തന്നെയാണ്. യഥാർത്ഥ ബോധരഹിതമല്ല, മരണം തന്നെയാണ്. ഇതോടുകൂടി എല്ലാം ശാന്തമായി. അതുവരെ ഖബറുണ്ട്. ഖബറിൽ ഒരുപക്ഷെ സ്വർഗീയ അവസ്ഥ ഉണ്ട്, അല്ലെങ്കിൽ നരകീയ അവസ്ഥ ഉണ്ട്. അതൊക്കെ പോയി. ഈ നശിക്കുന്ന കൂട്ടത്തിൽ സ്വർഗവും നരകവും ഉൾപ്പെടും എന്ന് തന്നെയാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. മലായിക്കത്തുൽ കിറാമ് മുഴുവനും പെടും. പക്ഷേ ആദ്യമായിട്ട് 3 മഹാന്മാരായ മലക്കുകൾ ഒഴിവാകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും പിന്നീട് അസ്രായിൽ അലൈഹിസ്സലാമും. ഇസ്രാഫീൽ പിന്നെ ഡ്യൂട്ടിക്കാരനാണല്ലോ, അപ്പൊ ഒരു 4 ആൾ ഇങ്ങനെ കാലി ഫ്രീ ആയിട്ടുണ്ട്. പിന്നീട് ഇസ്രാഫീൽ അലൈഹിസ്സലാം മരണപ്പെടുക. പിന്നെ അസ്രായിൽ അലൈഹിസ്സലാം ഉണ്ട്. അള്ളാഹു തആല കുഞ്ഞ് ആർക്കുണ്ടോ? അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല, അങ്ങനെയാണ് അതിന്റെ ശൈലി. ഇനി ജിബ്രീലും മീകായിലും ഉണ്ട്. ഓലായിട്ട് വെക്കാൻ പറ്റൂലല്ലോ, മരിക്കട്ടെ. ഡ്യൂട്ടി മുമ്പർക്ക് തന്നെയാണ്. അത് കഴിഞ്ഞു. അങ്ങനെ ജിബ്രീലും മീകായിലും കഴിഞ്ഞു. ഇനി ആകെ ആരാളുള്ളത്? റഹ്മാനായ റബ്ബുൽ ഇസ്സത്താവുന്ന എല്ലാത്തിനെയും ഹയാത്തും മൗത്തും പടച്ചവനായ മരണമില്ലാത്ത റബ്ബുൽ ഇസ്സത്തും മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം. എന്നാ മലക്കുൽ മൗത്ത് മരിക്കട്ടെ എന്ന്. പിന്നെ അള്ളാഹുവിന്റെ നേരിട്ടുള്ളോട്ടറ സ്വന്തം തന്നെ. അപ്പാ പറയാ, ഇത്രയൊക്കെ വിഷമം മരണത്തിനുണ്ടാവുകയാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. സ്വന്തം അനുഭവിക്കുമ്പോഴേ ഇതിന്റെ കാര്യങ്ങൾ ശരിക്കറിഞ്ഞുള്ളേ. എല്ലാം കഴിഞ്ഞു, ഇനി ആരുമില്ല. സർവലോക പരിപാലകനായ മരണത്തെയും ജീവിതത്തെയും പടച്ചവനാവുന്ന റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ അവസാനം റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, ആരുണ്ട് ഇനി ലോകത്ത്? എവിടെ പോയി ചക്രവർത്തിമാർ? എവിടെ പോയി അധികാരികൾ, പണക്കാർ, സ്വാധീനക്കാർ ഒക്കെ എവിടെ? എല്ലാം കഴിഞ്ഞു. അള്ളാഹു തമ്പുരാൻ ചോദിച്ചു, ആർക്കാണ് അധികാരം? ഇനി അധികാരി ആരും ഇല്ലല്ലോ. അള്ളാഹുവിന്റെ തന്നെ ഉത്തരവ്, മറുപടി അള്ളാഹു തമ്പുരാൻ തന്നെ പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സകലത്തെയും കീഴടക്കുന്ന സർവാധിപതിയായിരിക്കുന്ന ഏകനാവുന്ന റബ്ബുൽ ഇസ്സത്ത് അവന്റെ അധികാരമാണ് മാത്രം. അങ്ങനെ എല്ലാം നിശ്ചലമായി. അള്ളാഹു തമ്പുരാനല്ലാത്ത ജീവജാലങ്ങളൊന്നും അവശേഷിക്കാത്ത ഒരു നിശ്ചലാവസ്ഥ. 40 വർഷം ആ ശാന്തമായ അവസ്ഥയിൽ ലോകം നിലകൊള്ളും. സ്വർഗമില്ല, നരകമില്ല, അതുകൊണ്ട് തന്നെ ശിക്ഷയില്ല, കൂലിയുമില്ല, അനക്കമില്ല, അടക്കമില്ല, ശബ്ദമില്ല, എല്ലാം നിശ്ചലം, നിശബ്ദം, ശാന്തം. ഖല്ലാഖായ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹു, അല്ലാഹു തിരുതമ്പുരാൻ അല്ലാതെ അവന്റെ വിശുദ്ധതാത്തല്ലാതെ എല്ലാം നശിച്ചുപോയി, ആരും ഇനിയില്ല. ആ അവസ്ഥയിൽ 40 കൊല്ലം നിലകൊണ്ടതിന് ശേഷം അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അർശിൽ നിന്നും ഒരു പ്രത്യേകമായ മഴ വർഷിക്കും ഭൂമിയിൽ മൊത്തം.
ഇങ്ങനെ തുടർച്ചയായി 40 ദിവസത്തോളം ആ മഴ, അങ്ങനെ ഭൂമി മുഴുവനും നനഞ്ഞ് കുതിർന്ന് ഭൂമിയുടെ അടിയിലോളം വെള്ളമെത്തി. ഇനി ഉണങ്ങി വരണ്ടു പോയ സസ്യലതാദികൾ മഴ വർഷിച്ചു കഴിഞ്ഞാൽ മുളവെട്ടി വരുന്നത് പോലെ മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്നു പോയ ജീവജാലങ്ങൾ മുഴുവനും പുനഃസൃഷ്ടിക്കപ്പെട്ടു വരും. ജീവനൊന്നിനുമില്ല. എല്ലാ വസ്തുക്കളും ജീവനുള്ളതായിട്ട് എന്തൊക്കെ ദുനിയാവിലുണ്ടായിരുന്നോ ആ വസ്തുക്കൾ മുഴുവനും അതിന്റെ ശരീരങ്ങൾ, ജഡങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെടും. ധാരാളം ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഉണങ്ങി വരണ്ട ഭൂമി നിർജീവമായി കിടക്കുന്നിടത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മഴ വർഷിച്ചിട്ട് ഉണങ്ങി വരണ്ടു പോയ ഈ സസ്യലതാദികളെ ഭൂമിയിൽ നിന്നിട്ടും വീണ്ടും മുളപ്പിച്ച റബ്ബ് അതെടുത്ത് പറഞ്ഞുകൊണ്ട് പറയുന്നു, കദാലിക്കൽ ഖുറൂജ്. ഇങ്ങനെ തന്നെയാണ് മനുഷ്യർ ഉൾക്കൊള്ളുന്ന ജീവജാലങ്ങളുടെയും ഭൂമിയിൽ നിന്നുള്ള പുറപ്പെടൽ. കദാലിക്കൽ ഖുറൂജ്. ആ ഖുറൂജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചതാണ്. 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഭൂമിയിൽ വ്യാപകമായ മഴ. ആ മഴയിൽ കുതിർന്ന മണ്ണിൽ നിന്നും ജഡങ്ങളെല്ലാം പുനഃസൃഷ്ടിക്കപ്പെടുന്നു. അത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് രണ്ടാമത് ജീവൻ നൽകുന്നു. ജീവൻ തിരിച്ചു കിട്ടിയ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തമ്പുരാൻ കൽപ്പിക്കുന്നു രണ്ടാമത് സൂറിലൂതാൻ. ഈ സൂറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചുകൊണ്ട് പറഞ്ഞത്, സൃഷ്ടിജാലങ്ങളിൽ എത്ര ജീവജാലങ്ങളുണ്ടോ ആ ജീവജാലങ്ങളിൽ ഒന്നിനൊന്നെന്ന നിലക്ക് ദ്വാരങ്ങളുള്ള ഒരു പ്രത്യേക ശൈലിയാണ് ഈ കാഹളത്തിന് അപ്പോഴുള്ളത്. നേരത്തെ വേർപിരിഞ്ഞു പോയ മുഴുവൻ ആത്മാക്കളും അള്ളാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് ഈ സൂറിൽ തിരിച്ചെത്തിച്ച് ഒന്നുമായി യാതൊരു ബന്ധവുമില്ല, ഓരോന്നിനും സ്വന്തമായ അപ്പൊ അതിന്റെ വ്യാസവും അതിന്റെ വ്യാപ്തിയും ഒക്കെ നമ്മൾ കണക്കൂട്ടിയാൽ മതി. മനുഷ്യന്റെ മാത്രമല്ല, മുഴുവൻ ജീവജാലങ്ങളുടെയും ആത്മാവുകൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്തൂതുമ്പോൾ ഓരോ ദ്വാരങ്ങളിൽ നിന്നിട്ടും പുറത്തു വന്നതായിരിക്കുന്ന ആത്മാവുകൾ അങ്ങനെ പറന്ന് നടന്ന് ലോകത്ത് തേനീച്ചക്കൂടിൽ ഇളകിയാൽ കൂട്ടത്തോടുകൂടി പറക്കുന്നത് പോലെ കോടാനുകോടി ആത്മാക്കൾ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്തോടുകൂടി പറന്ന് നടക്കുകയാണ്. അങ്ങനെ പറന്നു വന്ന് ഓരോ ജഡവും ഒരിക്കൽ പോലും ഒരു സംശയമോ ശങ്കയോ ഇല്ലാതെ കൃത്യമായും തിരിച്ചറിഞ്ഞ് അതാതിന്റെ ജഡങ്ങളിൽ അതാത് പ്രവേശിക്കുന്നു. ഒരിക്കലും ഒരു സംശയമോ അതല്ലെങ്കിൽ അബദ്ധമോ സംഭവിക്കാതെ കൃത്യമായും ഓരോ ആത്മാക്കളും രണ്ടാമത് മണ്ണിൽ നിന്ന് മുളച്ചു വന്ന് പുനഃസൃഷ്ടിക്കപ്പെട്ട ഈ ജഡങ്ങളിൽ പ്രവേശിക്കുന്നു.